ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി മലയാളികളുടെ അഭിമാനം, സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജനപ്രതിനിധി MP ശ്രീ സുരേഷ് ഗോപി, സുരേഷ് ഏട്ടൻ. മറ്റൊരു വിശിഷ്ട താരം, നമ്മുടെ എല്ലാവരുടെയും മറ്റൊരു അഭിമാന താരം, മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭ, ആൻ ഇൻ്റലിജൻറ്റ് പേഴ്സൺ ഓഫ് മലയാളം ഫിലിം ഫ്രട്ടേണിറ്റി, ശ്രീ ജഗദീഷ് കുമാർ, ജഗദീഷ് ഏട്ടൻ. മലയാളത്തിൻ്റെ സുഗന്ധമായ, മലയാളത്തിൻ്റെ സൗന്ദര്യമായ, മലയാളത്തിൻ്റെ ഭാഗ്യമായ പ്രശസ്ത കവിയും ഗാനരചയിതാവും പണ്ഡിതനും വിവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ രമേശൻ നായർ, രമേശ് ഏട്ടൻ. എൻ്റെ സുഹൃത്തും ബഹ്റിനിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ബിസിനസ് ടൈക്കൂൺ, എ വെൽ നോൺ ആന്ത്രപ്രണർ, ശ്രീ KG ബാബുരാജൻ, ബാബുവേട്ടൻ. സെക്രട്ടറി ശ്രീ സന്തോഷ്. അതിന് തൊട്ട് മുമ്പ് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടായ ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാനായ ശ്രീ പ്രിൻസ് നടരാജൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പരാമർശിക്കാൻ വിട്ടുപോയി, ശ്രീ പ്രിൻസ് നടരാജൻ. വേദിയിൽ ഇരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. മന്ദം ജയന്തി ആഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ 142ാമത്തെ ജന്മദിനാഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നായർ സമുദായത്തിലെ ദുഷിച്ച ആചാരവിചാരങ്ങളുടെ അവസ്ഥ കണ്ട് പരിഭ്രമിച്ച് ഒരു കൂട്ടം നായർ സമുദായ സ്നേഹികൾ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് 1914 സമുദായത്തിൻ്റെ പ്രബുദ്ധതയ്ക്കനുസരിച്ചൊരു കൂട്ടായ്മ നിലവിൽ വന്നത്. പഴയ കാലത്ത് നമുക്കറിയാം, എല്ലാ സമൂഹത്തിലും എല്ലാ സമുദായത്തിലും പല ദുഷിച്ച ആചാരങ്ങളും നിലനിന്നിരുന്നു. ആ ദുഷിച്ച ആചാരങ്ങളെയെല്ലാം ഒരു പരിധിവരെ തടയിടാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയ്ക്കും കഴിഞ്ഞു. ശ്രീ ചട്ടമ്പി സ്വാമി അവർകളെപ്പോലെയും ശ്രീ മന്നത്ത് പത്മനാഭൻ അവർകളെപ്പോലെയുമുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ, വീക്ഷണശാലികളായ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ത്യാഗോജ്ജലമായ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്, ത്യാഗോജ്ജലമായ നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി കൊണ്ട് മാത്രമാണ് ഈ സമുദായം മാത്രമല്ല കേരള സമൂഹത്തിൻ്റെ തന്നെ ഉദ്ധരിക്കാനും പരിരക്ഷിക്കാനും ഒരു പരിധിവരെ കഴിഞ്ഞത്. അതെന്തുകൊണ്ടും വളരെ പ്രശംസനീയമാണ്. 142 വർഷങ്ങൾക്ക് മുമ്പ് കുഗ്രാമമായിരുന്ന പെരുന്നയിൽ നിർധനരായ നായർ കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിയാണ് അദ്ദേഹം. നിസ്സാരമായ സംഖ്യയില്ലാത്തതുകൊണ്ട് ഫീസിനും പുസ്തകത്തിനും ഒക്കെ അന്ന് നിസ്സാരമായ പൈസ മതി. അത് ഇല്ലാത്തതുകൊണ്ട് 2ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്ന ദരിദ്രനായ ബാലൻ. അദ്ദേഹമാണ് പിൽക്കാലത്ത് അനേകായിരം ബാലന്മാർക്ക് വിദ്യ പ്രദാനം ചെയ്യുന്ന ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണി തീർത്തത്. 16 വയസ്സ് തൊട്ട് 10 വർഷം അദ്ദേഹം അധ്യാപക വൃത്തിയിൽ വ്യാപൃതനായിരുന്നു. ശേഷം 10 വർഷം വക്കീൽ പ്രവൃത്തിയിൽ വ്യാപൃതനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സമുദായിക, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അത് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10, 12, 14, 15 വയസ്സുള്ള സമയത്ത് പല മഹാന്മാരുടെയും പ്രസംഗം കേട്ട ആ മഹാന്മാർ വളരെ നല്ലവരായിരിക്കാം. ആ രീതിയിൽ ബ്രെയിൻ അങ്ങ് ട്യൂണായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ മഹാൻ പറയുന്നതാണ് എല്ലാം ശരി എന്നുള്ള രീതിയിലായിരിക്കും പ്രവർത്തനം. ഒരു പരിധി വരെ കഴിഞ്ഞാൽ നമ്മുടെ ടെററിസം കൂടിയും അങ്ങനെയാണ്. ആ പിള്ളേർ ആ പ്രായത്തിൽ തന്നെ അങ്ങ് ട്യൂൺ ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു 36 വയസ്സൊക്കെ ആകുമ്പോഴേക്ക്, അതും അധ്യാപക പ്രവൃത്തി, വക്കീൽ പ്രവൃത്തി, ഈ രണ്ടും കണ്ടമാനം നമുക്ക് വിവരം പ്രദാനം ചെയ്യുന്ന ജോലിയാണ്. ഇത് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചത്. മാത്രമല്ല നമുക്കറിയാം 16-ാം നൂറ്റാണ്ട് വരെ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ
നായർ സമുദായമായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. സവർണ സമുദായങ്ങളായിരുന്നു, വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ആ ഭരണം കൈയാളുന്ന ആളുകൾ, ഈ 10% പേരേ ഉള്ളൂ ഈ ഭരണം കൈയാളുന്ന. ഈ ഭരണം കൈയാളുന്ന ആളുകൾ ഭരണം നിലനിർത്താൻ വേണ്ടി, ഭരണം നിലനിർത്താൻ വേണ്ടി ചില നീചപ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 90% വരുന്ന മറ്റു നായർ സമുദായ അംഗങ്ങൾ അവർ വളരെ സഹിഷ്ണുതയോടെ, സഹാനുകമ്പയോടെ, ജാതി മത വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ സമസന്തുലിതാവസ്ഥ നിലവിലുള്ളത്. മനുഷ്യ സമൂഹത്തിന് വേണ്ടി, മനുഷ്യ പുരോഗതിക്ക് വേണ്ടി യത്നിച്ചവരാണ്. അല്ലെങ്കിൽ കേരളവും മറ്റു പല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും നമുക്കറിയാം ജാതി പ്രശ്നങ്ങളും ഉച്ച നീചത്വങ്ങളുമൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ നിലവിലുണ്ട്. പക്ഷേ അതിനോടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പരിധി വരെ അത് ഇല്ല എന്ന് തന്നെ പറയാം. മാത്രവുമല്ല, നിങ്ങൾ നോക്കൂ, മറ്റു ഇതര മതസ്ഥരായ എൻ്റെ മുസ്ലിം സഹോദരങ്ങളായാലും എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും ഇവരെല്ലാം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബേസ് വന്നതും വളർന്നതും. അതും നമ്മുടെ ആ സാംസ്കാരിക പ്രതിബദ്ധത, ഇതര മതസ്ഥരോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനവും ഒരു അടുപ്പവുമാണ് അതിൻ്റെ പ്രധാന കാരണം. ഇന്ന് 2 കാരണങ്ങളാൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഒന്ന്, എൻ്റെ മോളുടെ 2nd ഇയർ റിസൾട്ട് വന്നു MBBSന്. ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. 2, ഇവിടെ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളോട് യോജിക്കാത്തവരുണ്ടായിരിക്കാം. NSSൻ്റെ അഭിപ്രായമില്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഈ നമ്മുടെ സമകാലിക രാഷ്ട്രീയം വളരെയധികം കലുഷിതമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. യുവതികളുടെ ശബരിമല ക്ഷേത്ര പ്രവേശനം സംബന്ധിച്ച് വന്ന വിധി, ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി, സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ച വ്യഗ്രത, സഹോദരി സഹോദരന്മാരെ, വ്യഗ്രതയോ അതിവ്യഗ്രത, അത് സാധാരണ ജനങ്ങളെ, നമ്മളെപ്പോലുള്ള ഭക്തരെ തെല്ലൊന്നുമല്ല വിഷമിപ്പിച്ചത്. പല സുപ്രീം കോടതി വിധികളും പല ഹൈക്കോടതി വിധികളും നടപ്പിലാക്കാതെയും അലമാറകളിൽ ചെതലരിച്ചിരിക്കുമ്പോഴും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില വിധികളിൽ കാണിക്കുന്ന അനുരഞ്ജന സ്വഭാവങ്ങളൊന്നും ശബരിമല വിധിയിൽ കണ്ടില്ല. എന്നു മാത്രമല്ല, ഒരു വല്ലാത്ത വീറോടെ, ഒരു വല്ലാത്ത വാശിയോടെയാണ് തുടക്കം മുതൽ തന്നെ ആ വിധിയെ നേരിട്ടത്. ഒരു മുഖ്യ അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ക്രമസമാധാനത്തിൻ്റെ എല്ലാ ചട്ടുകങ്ങളും, ഇല്ലെങ്കിൽ എല്ലാ പോലീസായാലും മറ്റ് എല്ലാ മേഖലയിലുള്ള ക്രമസമാധാനത്തിന് വേണ്ടുള്ള എല്ലാ ചട്ടക്കൂടുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. എന്നിട്ട് പിന്നെ അത് ഒരു ഒരു അനുരഞ്ജന സ്വഭാവങ്ങളിലൂടെ അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കാതെ 95% ആളുകളും എതിർക്കുന്നൊരു വിധി നടപ്പിലാക്കാൻ കാണിച്ച ആ ഒരു വല്ലാത്ത വീറ്, ഒരു വല്ലാത്ത വാശി, ഒരു പരിധിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സാധാരണ മനുഷ്യരെ വല്ലാതെ വിഷമിപ്പിച്ചു, എന്നെപ്പോലുള്ള ആളുകളേക്ക് വല്ലാതെ വിഷമിപ്പിച്ചു. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഏത് മതസ്ഥരോടാണെന്ന് വെച്ച് കഴിഞ്ഞാലും, ഏത് മതങ്ങളോടാണെന്ന് വെച്ച് കഴിഞ്ഞാലും വളരെ സഹിഷ്ണുതയോടെ, വളരെ സഹാനുകമ്പയോടെ, വളരെ സമചിത്തതയോടെ, വളരെ സന്തോഷത്തോടെ അവരുടെ ആചാരങ്ങളെയൊക്കെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം. അത് ഇപ്പോൾ ക്രിസ്ത്യൻ സംസ്കാരമായ, ക്രിസ്ത്യൻ മതമായാലും മുസ്ലിം സഹോദരന്മാരുടെ കാര്യമായാലും അവരെല്ലാം ഹോൾഹേർട്ടഡ്ലി അംഗീകരിക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ അവർക്കൊക്കെ ഒരു ചട്ടക്കൂടുണ്ട്. ഇത് ഹൈന്ദവർ പല തട്ടുകളായി നിൽക്കുന്നു. എൻ്റെ വളരെ ക്ലോസായ സുഹൃത്തുക്കളായ ക്രിസ്ത്യൻ സഹോദരന്മാരൊക്കെ ഉണ്ട്, പല തട്ടുകളായി നിൽക്കുന്നു. അപ്പോൾ അവരുടെ ഏകീകരണം സാധ്യമല്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഇത്രയും കർക്കശമായി ഇതിനെ നേരിട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഏകീകരണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകീകരണം വരാതെ, കുറച്ചൊക്കെ ഏകീകരണം വന്ന സമയത്ത് എന്ത് പറ്റി? വിധി ഇല്ല, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ളത് ഭരണഘടന
പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരിന് അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? അതാണ് ചോദ്യം. ഭക്തരുടെ കൂടെയാണ് ഞാൻ. 2 ദിവസം മുമ്പായിരുന്നു തോന്നുന്നു അല്ലേ സുപ്രീം കോടതിയിൽ എന്താ പറഞ്ഞത്? 2 ദിവസം മുമ്പ് പറഞ്ഞു, ഇത് തുല്യനീതിയുടെ പ്രശ്നമാണ്, ഇത് ലിംഗനീതിയുടെ പ്രശ്നമാണ്, ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, ഇത് നടപ്പിലാക്കണം. എന്തെങ്കിലും ഒന്ന് പറയൂ, ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കൂ. അതാണ് കേൾക്കാൻ രസം. ഇത് ജനങ്ങളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിലുള്ള ഒരു സംഭാഷണം, ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് നമുക്ക് പരാമർശിക്കാൻ പറ്റാതെ പോകുന്ന ഒരാളുടെ പേരുണ്ട്. ആരാണത്? നമ്മുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ. വളരെ ആർജവത്തോടു കൂടി അദ്ദേഹം കൊടുത്ത പിന്തുണ, പന്തളം കൊട്ടാരത്തിനും തന്ത്രിക്കുമൊക്കെ കൊടുത്ത പിന്തുണ പ്രശംസനീയം തന്നെയാണ്. അതുകൂടാതെ ഭക്തരെ സംഘടിപ്പിച്ച് അദ്ദേഹം നടത്തിയ ഭക്തയജ്ഞം, NSSൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഭക്തയജ്ഞം, അത് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല പാർട്ടിക്കാരും, പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, അപ്പോൾ വീണ്ടും ചാടി വന്നത് ഭക്തരുടെ ഒരു ഇത് കണ്ടപ്പോൾ. ഭക്തയജ്ഞം, ആ ഭക്തയജ്ഞം തെല്ലൊന്നുമല്ല ഭക്തർക്ക് ആശ്വാസം നൽകിയത്, അദ്ദേഹത്തിനും സംഘടനയ്ക്കും ഭക്തർക്കിടയിൽ സ്വീകാര്യത കൂട്ടുന്നതിന് ഇടയാക്കി. അത് ഒരു കാര്യം വ്യക്തമാക്കുന്നു, ഇപ്പോഴും ഈ സംഘടനയ്ക്ക് 10-11% പേരേ ഉള്ളൂ. ഈ സംഘടനയ്ക്ക് കേരളത്തിലെ സമകാലിക വിഷയങ്ങളിലുള്ള, സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ഒരു പ്രതിബദ്ധത, ഹൈന്ദവ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രതിബദ്ധത ഉണ്ട് എന്നും അത് ആർക്കും അവഗണിക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം തെളിയിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി രാഷ്ട്രീയം പറഞ്ഞാൽ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി, എൻ്റെ സഹോദരനായ ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് പറയുകയുണ്ടായി, AV ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്, ശരിയാണ്, അതുകൊണ്ട് ഇനി നമുക്ക് കൂടുതലൊന്നും പറയണ്ട. എന്നിരുന്നു കഴിഞ്ഞാലും ഒരു അധ്യക്ഷൻ, പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അവരെപ്പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് അധികം സമയമെടുക്കാതെ കുറച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി മലയാളികളുടെ അഭിമാനമായ ശ്രീ സുരേഷ് ഗോപിയാണ്, MP ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ അഭിനയ വൈഭവം, അഭിനയത്തിലുള്ള ശേഷി, അത് നമുക്ക് കഴിഞ്ഞ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, അദ്ദേഹം ഇരുന്നൊരു വേദിയിൽ എനിക്ക് ഡയസ് പങ്കിടാൻ അവസരം കിട്ടിയിരുന്നു. ഭരത് ചന്ദ്രൻ, കമ്മീഷണറിലെ ഭരത് ചന്ദ്രൻ, അതേപോലെ തന്നെ കളിയാട്ടത്തിലെ കണ്ണൻ പെരുമലയാൻ, 2 വ്യത്യസ്ത സ്കെയിലിലുള്ള കഥാപാത്രങ്ങൾ. അത് തന്നെ പോരെ അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിക്ക്. ഇനി ഇതിലെന്താ കൂടുതൽ പറയാം? എനിക്ക് തോന്നുന്നു കണ്ണൻ പെരുമലയാനാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയത്. അതേപോലെ ഈ അഭിനയത്തിന് പുറമെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എന്നിലേക്ക് അടുപ്പിച്ചതില്ലെങ്കിൽ എനിക്ക്, എന്നെപ്പോലുള്ള ആളുകൾക്ക് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ ആദരവ് തോന്നാനുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലുമൊക്കെയുള്ള വളരെ ആക്റ്റീവായ ഇടപെടലുകളാണ്. അദ്ദേഹം ഞാൻ കോടീശ്വരൻ എന്നുള്ള ആ പരിപാടിയുടെ പേര് എനിക്ക് കൃത്യമായി, ഞാൻ കോടീശ്വരൻ എന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. അതിൽ അദ്ദേഹം ജഡ്ജായി വരുന്ന സമയത്ത് അതൊരു ഭാഗ്യ പരീക്ഷണമാണെന്ന് നമുക്കറിയാം. അതിൽ പ്രൈസ് കിട്ടാത്തവരുണ്ട്, വളരെ തുച്ഛമായ രീതിയിൽ പ്രൈസ് കിട്ടുന്നവരുണ്ട്. അപ്പോൾ ഈ പ്രൈസ് കിട്ടാത്തവർക്ക് അവരുടെ വിഷമങ്ങൾ കേട്ട് അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുക്കുന്നു. പ്രൈസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് അദ്ദേഹം സഹായം കൊടുക്കുന്നു സ്വന്തം കയ്യിൽ നിന്ന്. ഇത് വളരെ ദുർലഭമായി, നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടോ ഏതെങ്കിലും ഒരു അവതാരകൻ ഇത് ചെയ്യുന്നത്? വളരെ ദുർലഭമായിട്ടേ ഉള്ളൂ. വളരെ ദുർലഭമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏതെങ്കിലും അവതാരകന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഇന്ന് നമുക്ക് മുഖ്യ അതിഥിയായി കിട്ടിയിരിക്കുകയാണ്. അതിനൊക്കെ പുറമെ ഞാൻ എപ്പോഴും എന്ത് പരിപാടികൾ പ്ലാൻ ചെയ്യുമ്പോഴും NSSL അംഗങ്ങളോട് പറയാറുണ്ട്, ബ്ലെസ്സിങ്സ്, കുരുത്തം എന്ന് പറഞ്ഞൊരു സാധനം വേണമെന്ന്. ഇന്നലെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എസ്.എം. പിള്ളച്ചേട്ടൻ പറഞ്ഞു,
വളരെ സീനിയറായ അംഗമാണ്. പക്ഷെ പറഞ്ഞു എമിറേറ്റ്സ് 2 മണിക്കൂർ വൈകിപ്പോകുന്നു. വേണ്ടിയിരുന്നില്ല പിള്ളച്ചേട്ട അത്. പക്ഷെ അപ്പോഴേ ഞാൻ പറഞ്ഞു പിള്ളച്ചേട്ട കറക്റ്റ് ടൈമിലെത്തും എമിറേറ്റ്സ്. കറക്റ്റ് ടൈമിൽ അദ്ദേഹം എത്തി. നമ്മുടെ പരിപാടി കറക്റ്റ് ടൈമിൽ നടന്നു. അതൊരു കുരുത്തം തന്നെയാണ്. അങ്ങേപ്പോലുള്ള ഒരു വ്യക്തിയെ മുഖ്യ അതിഥിയായി കിട്ടിയതിലുള്ള സന്തോഷവും എല്ലാവിധത്തിലുള്ള ആദരവും ഞാൻ പങ്കിടുകയാണ്. താങ്ക് യു ഫോർ ഗ്രേസിംഗ് ദിസ് ഒക്കേഷൻ വിത്ത് യുവർ എസ്റ്റീംഡ് പ്രസൻസ്. അടുത്തത് മന്നം അവാർഡിനെ പറ്റി, മന്നം അവാർഡ് ജേതാവായ ശ്രീ എസ് രമേശൻ നായർ സാറിനെ പറ്റിയാണ് പറയാനുള്ളത്. അതിന് മുന്നേ മന്നം അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ 2011-13 പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഈ അവാർഡ് ഏർപ്പാടാക്കിയത്. അന്ന് ഇന്നത്തെ ജൂറി ചെയർമാൻ അനിലാണ് അന്നത്തെ സെക്രട്ടറി. ഈ കലാ, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, സാങ്കേതികം, വിദ്യാഭ്യാസം, മാനുഷിക സേവനം തുടങ്ങിയ മേഖലകളിൽ, വ്യത്യസ്തമായ മേഖലകളിൽ നിസ്വാർത്ഥമായ സേവനം നടത്തുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏതൊരു അസോസിയേഷൻ്റെയും കർത്തവ്യമാണ്. അത് പ്രത്യേകിച്ച് ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാകുമ്പോൾ അതൊരു പ്രധാനമായ കർത്തവ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു അവാർഡ് നമ്മൾ ഏർപ്പാടാക്കിയത്. അത് ഇത്തവണ ഇതിനു മുന്നേ ഈ പറയുന്ന സുരേഷ് ഏട്ടന് അവാർഡ് കൊടുത്തിട്ടുണ്ട്, പ്രൊഫസർ വി എൻ രാജശേഖര പിള്ളയ്ക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ അവാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ശേഷമാണ് ചേട്ടൻ MP ആയത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചേട്ടന് പത്മശ്രീക്ക് ആൾറെഡി ലേറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ വന്ന് പ്രവീൺ ഇവിടെ വന്ന് അവാർഡ് മേടിച്ച് പോയി 6 മാസത്തിനുള്ളിൽ ചേട്ടൻ MP ആയി. അപ്പോൾ ചേട്ടന് പത്മശ്രീ അടുത്താണോ ഉറപ്പാണ്. കാരണം പത്മശ്രീ കിട്ടാൻ വൈകി എന്നുള്ള ഒരു ഇത് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. 160 സിനിമകളിലായി 700-ൽ പരം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2000-ൽ പരം ഭക്തി ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പണ്ഡിതനാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത്? ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ സമയം എടുക്കാതെ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ ജനറൽ മീറ്റിംഗ് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ ഞാൻ എക്കണോമി വേണോ ബിസിനസ് ക്ലാസ് വേണോ? അപ്പോൾ സാറ് 3-4 മണിക്കൂറല്ലോ, എക്കണോമി മതി, എന്തിനത്രയൊക്കെ പൈസ ചിലവാക്കുന്നത്? ഞാൻ പറഞ്ഞു, സാറേ കാല് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതൊന്നും പ്രശ്നമില്ല, അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. അദ്ദേഹത്തിന് നമ്മൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിനെ പോലെ ഞാൻ ആലോചിക്കുന്നത് 25% അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻ്റ് ഉള്ള ആൾ. ഞാനൊക്കെ 25% ഞാൻ പറയും ഫസ്റ്റ് ക്ലാസ് വേണമെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അത്ര അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയും ചാർട്ടർ ഫ്ലൈറ്റ് വേണമെന്ന് പറയും. സാധാരണ ജനങ്ങളുടെ ഒരു സ്വഭാവമാണത്. അത്രയും അത്രയും ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സിനിമാ രംഗത്ത് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളൂ എനിക്ക് അറിയുന്നില്ല ആക്ച്വലി. കാരണം അത്രയും അങ്ങനെയുള്ളൊരു വ്യക്തി. പിന്നെ കവിതാ സമാഹാരങ്ങൾ, നാടകങ്ങൾ, പദ്യസമാഹാരങ്ങൾ, ബാലസാഹിത്യങ്ങൾ, ഉപന്യാസങ്ങൾ, സീരിയലുകൾ, കൈവയ്ക്കാത്ത മേഖലകളില്ല. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിടെ 7 വർഷം തപസ്യയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് വരാൻ പറ്റാവുന്ന പല കൃതികളും വരാൻ പറ്റിയില്ല. 7 വർഷം ആ കാര്യങ്ങൾ ബിസിയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തൊരാൾ, ഇദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ സന്തോഷ് പറഞ്ഞു വളരെ കറക്റ്റാണ്. നമുക്ക് മന്നം അവാർഡ് നൽകി ആദരിക്കാൻ കഴിഞ്ഞത് എന്തൊരു മുജ്ജന്മ പുണ്യമായി ഞാൻ കരുതുന്നു. ഇങ്ങനൊരു വ്യക്തിയെ തിരഞ്ഞെടുത്തുന്നതിന് ജൂറി ചെയർമാനായ ശ്രീ അനിലിനോടും ജൂറി കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അടുത്തത് സ്റ്റാർ ഐക്കൺ അവാർഡാണ്. ഈ സ്റ്റാർ ഐക്കൺ അവാർഡിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ജഗദീഷ് ചേട്ടനെ പോലെ വളരെ സിമ്പിളാണ് അദ്ദേഹം. വളരെ ലാളിത്യം നിറഞ്ഞ പെരുമാറ്റം. കഴിഞ്ഞ ഞങ്ങളുടെ ഇൻഡക്ഷൻ സെറിമണിക്ക് വന്നു. അതേപോലെ തന്നെ നമ്മൾ വിളിച്ച് അദ്ദേഹത്തിന് ഫെബ്രുവരി 1-ന് എന്തോ തിരക്കുണ്ടായിരുന്നു. ഫെബ്രുവരി 8-നാണ് വെച്ചാൽ ഞാൻ വരാം. വേറെ ഒന്നും അദ്ദേഹം ചോദിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്. അൻ ഇൻ്റലിജൻറ്റ് പേഴ്സൺ ഓഫ് മലയാളം ഫിലിം ബ്രിട്ടാനിറ്റി. പ്രശസ്ത നടനാണ്, നായക നടനാണ്, സഹനടനാണ്, ഹാസ്യനടനാണ്. അതേപോലെ തന്നെ തിരക്കഥാരചനയിലും കഥാരചനയിലും സംഭാഷണ രചനയിലും ഒക്കെ അദ്ദേഹം കൈവച്ചിട്ടല്ല. വളരെ നല്ല നല്ല പടങ്ങളുടെ ലിസ്റ്റ് ഇവിടെ ആൾറെഡി ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് അത് പറയാൻ ഞാൻ ഒരു ശ്രമം നടത്തുന്നില്ല. എത്രയോ പടങ്ങൾ അദ്ദേഹം തിരക്കഥയും കഥയും സംഭാഷണവും രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോഴും TV-യിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്.
നമുക്കറിയാം കോമഡി സ്റ്റാറിൽ എന്നും വൈകുന്നേരം നമ്മളെ ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരു കോമഡി സ്കിറ്റ് ആണെങ്കിൽ പോലും പലവട്ടം ജഗദീഷ് ഏട്ടൻ നിർബന്ധം പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്ന് സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് വേണം. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്. സാധാരണ ഈ കോമഡി എഴുതുന്ന ആളുകൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഈ കോമഡിയുടെ കൂടെ സൊസൈറ്റിക്കുള്ള മെസ്സേജും കൂടി ആകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ് ഏട്ടൻ അവരെ ശരിക്കും ട്രെയിൻ ചെയ്യുന്നുണ്ട്. അത് തന്നെ പല സ്കിറ്റിലും നമുക്ക് കാണാറുണ്ട്. സ്കിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് അത് കോമഡിക്കുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 2009 ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കറക്റ്റ് ഏഷ്യാനെറ്റ് ബെസ്റ്റ് കോമിക് റോൾ ഏഷ്യാനെറ്റ് ഫിലിംസിൻ്റെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. പിന്നെ 2016 അദ്ദേഹത്തിന് ബെസ്റ്റ് ജഡ്ജിനുള്ള ഗോൾഡൻ സ്റ്റാർ അവാർഡ് കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാസംഗികൻ എന്നുള്ള രീതിയിൽ ഉള്ള കഴിവ് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് 11 പേരുണ്ട്, എനിക്കറിയില്ല 11 പേരുടെ പേര് അദ്ദേഹം പറയുമെന്ന്. പലവട്ടം അദ്ദേഹം സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് പോലും കാണാറില്ല. ഈ ആളുകൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ കേട്ട് പിന്നെ എല്ലാവരുടെയും പേരങ്ങ് അദ്ദേഹം ഒറ്റ മെമ്മറി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായ മെമ്മറി പവറുള്ള ആളാണ്. ഇന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് മനഃപൂർവ്വം ഞാൻ വെച്ചിരിക്കുന്ന ഒരു കെണിയാണ്. ഇനി അദ്ദേഹം ഇത് കേട്ട് പറഞ്ഞ് മനസ്സിലാവട്ടെ. പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിന് അദ്ദേഹം സ്കാൻ ചെയ്ത് കളയും. അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിയെ ഇന്ന് സ്റ്റാർ ഐക്കൺ അവാർഡ് നൽകി ആദരിക്കാൻ കഴിഞ്ഞതും ഈ സംഘടനയുടെ ഒരു പുണ്യമായി തന്നെ കരുതുന്നു. താങ്ക് യു ജഗദീഷ് ഏട്ടാ ഫോർ ഗ്രേസിംഗ് ദിസ് ഒക്കേഷൻ വിത്ത് യുവർ എസ്റ്റീംഡ് പ്രസൻസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിൻ്റെ സൗന്ദര്യം, മലയാളത്തിൻ്റെ ഭാഗ്യം, മലയാളത്തിൻ്റെ സുഗന്ധം, ഈ വാക്കുകൾ വെറുതെ ഉപയോഗിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കാതെ പോകാൻ നിവൃത്തിയില്ല അല്ലേ? എന്താ 700 പാട്ടുകൾ, എന്നും കേൾക്കാവുന്ന പാട്ടുകൾ എല്ലാം. ആ പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെ ഒരു വ്യക്തിയാണ് രമേശൻ നായർ സാർ. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതമല്ല, താങ്ക് യു ഫോർ ഗ്രേസിംഗ് ദിസ് ഒക്കേഷൻ വിത്ത് യുവർ എസ്റ്റീംഡ് പ്രസൻസ്. പിന്നെ എൻ്റെ സുഹൃത്തായ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ, അദ്ദേഹം എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് ഒരുക്കി തന്നു. എല്ലാവിധം എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു സംഭവം പോലെ നടത്തിക്കോളൂ. മറ്റ് കാര്യങ്ങളെല്ലാം വാടക കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ കണിശനാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമുക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം ചെയ്തു തന്നു. ഇന്ത്യൻ സ്കൂളിലെ ചെയർമാനായ ശ്രീ പ്രിൻസ് നടരാജനോടും എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോടും ഉള്ള പ്രത്യേകമായ നന്ദി. അതേപോലെ ഇവിടെ ഒരു കുഞ്ഞാലി എന്ന് പറയുന്ന ഒരു ജോലിക്കാരനുണ്ട്, സ്റ്റാഫുണ്ട്. അദ്ദേഹത്തിനോടുമുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഒരാളുടെ പേര് വിട്ടുപോയി, എനിക്ക് സദസ്സിൽ നിന്ന് അത് കിട്ടി. അതാണ് ഞാൻ തിരിച്ച് രമേശൻ നായർ സാറിൻ്റെ പേരിലേക്ക് പോയത്. ഒരു പേര് വിട്ടുപോയി, അതിന് ഞാൻ ആദ്യമായി ബാബുരാജൻ സാറിനോട്, ബാബുവേട്ടനോട് മാപ്പ് ചോദിക്കുന്നു. അതായത് അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ബാബുവേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, ബഹ്റിനിലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ എഞ്ചിനീയറിൽ ഒരാളാണ് അദ്ദേഹം. നിർമ്മാണ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കൈ ചെന്നെത്താത്ത ഏരിയകളില്ല എന്ന് തന്നെ പറയാം. ഞാനിവിടെ ബഹ്റിനിൽ ബിസിനസ് തുടങ്ങുന്നത് 2001. അന്ന് ഇവിടുത്തെ ടോക്ക് ഓഫ് ദ ടൗൺ ആയിരുന്നു അൽമോയിദ് ടവർ തൊട്ട്, ബഹ്റിൻ ഫിനാൻഷ്യൽ ഹാർബർ തൊട്ട്, വേൾഡ് ട്രേഡ് സെൻറ്റർ തൊട്ട്, ബഹ്റിൻ സിറ്റി സെൻറ്റർ തൊട്ട്, അംവാജ് പല മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളും, ദിയാർ അൽ മുബാറക്കിലെ പല മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളും, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം ചെന്നെത്താത്ത മേഖലകൾ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഈ എൻജിനീയേഴ്സിനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു US ബേസ്ഡ് ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ സർവീസ് ഉണ്ട്. അതിലെ ഒരേ ഒരു ഇന്ത്യൻ മെമ്പറാണ് അദ്ദേഹം. സിവിൽ എഞ്ചിനീയേഴ്സ് ഓഫ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ബഹ്റിൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് എന്നീ എല്ലാ എഞ്ചിനീയറിംഗ് അസോസിയേഷനിലും അദ്ദേഹം അംഗമാണ്. അത് കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ
പ്രവാസി രത്ന അവാർഡാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. പ്രവാസി രത്ന അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബിസിനസ്സുകാരായതുകൊണ്ട് മാത്രം പ്രവാസി രത്ന അവാർഡ് കൊടുക്കാറില്ല. പ്രവാസി രത്നം ആ രത്നം പോലെ ആയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന ചുവടുകൾ അദ്ദേഹത്തിനെ പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാം. ഈ പ്രളയ ദുരിത സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, ഇതൊന്നും പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 25 ലക്ഷം രൂപ അദ്ദേഹം സംഭാവന നൽകി. ശിവഗരി മഠത്തിന് വേണ്ടി 1.5 കോടി രൂപ അദ്ദേഹം സംഭാവന നൽകി. കേരള സമാജത്തിൽ അദ്ദേഹം പണിതു കൊടുത്ത ഹാൾ നിങ്ങൾ എല്ലാവരും AV ഡിസ്പ്ലേയിൽ കണ്ടു കാണുമല്ലോ, അതിനും ആവാം കയ്യടി. ഇങ്ങനെ അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. വളരെയധികം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് വളരെ കാമൻ കമ്പോസ്ഡായിട്ട് അദ്ദേഹം സംസാരിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു മാനേജിങ് ഡയറക്ടറോ ചെയർമാനോ കാണിക്കുന്ന ഒരു ജാടയും അദ്ദേഹത്തിന് ഇല്ല എന്ന് മാത്രമല്ല, വളരെയധികം സിമ്പിളായി വളരെ ലളിതമായി കാര്യങ്ങൾ സംസാരിക്കുന്ന, നമ്മളോട് എല്ലാവരോടും ഇടപഴകുന്ന ശ്രീ KG ബാബുരാജൻ, ബാബുവേട്ടന് പ്രവാസി രത്ന അവാർഡ് നൽകാൻ കഴിഞ്ഞത് ഒരു സന്തോഷമായി കരുതുന്നു, ഒരു പുണ്യമായി കരുതുന്നു. താങ്ക് യു ബാബുവേട്ട ഫോർ ഗ്രേസിംഗ് ദിസ് ഒക്കേഷൻ വിത്ത് യുവർ എസ്റ്റീംഡ് പ്രസൻസ്. പേര് വിട്ടുപോയതിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. പിന്നെ പറയുന്ന സമയത്ത് വിട്ട് പോയ ഒരു കാര്യം, നമ്മുടെ സുരേഷ് ഏട്ടൻ ആദ്യം വരാമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹം ഇപ്പം 4:30 മണിക്കാണ് എത്തിയത്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പുണ്യമാണ്, ബ്ലെസ്സിങ് ആണ്, ഗുരുത്വമാണെന്നൊക്കെ. അത് കഴിഞ്ഞ് രാത്രി 10:45 ഫ്ലൈറ്റിന് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അദ്ദേഹം ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ട് നാളെ 11:30 മണിക്ക് അദ്ദേഹം പാലക്കാട് വാസയോഗ്യമല്ലാത്ത 5 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് അദ്ദേഹത്തിൻ്റെ പദ്ധതിയാണത്. അതുകൂടാതെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് അദ്ദേഹം ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല പരിപാടികളായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഇത്രയും തിരക്കുണ്ടായിട്ട് ഈ 4:30 മണിയുടെ ഫ്ലൈറ്റിന് ഇവിടെ വന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഇൻവിറ്റേഷൻ അംഗീകരിച്ചു, ഇല്ലെങ്കിൽ വരാമെന്ന് സമ്മതിച്ചു. അത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. താങ്കളോടുള്ള കടമ നന്ദിയും വീണ്ടും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ MC ജയകൃഷ്ണൻ, അദ്ദേഹം NSSൻ്റെ ഒരു അംഗമാണ്. 1 വർഷമായി ഇവിടുന്ന് വിട്ടുപോയ ഒരാളാണ്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ഫംഗ്ഷനാണ്, താങ്കൾ തീർച്ചയായും കയറി വരണം. ഒരു ഉപേക്ഷയുമില്ലാതെ അദ്ദേഹം കയറി വന്നു. അദ്ദേഹത്തിനോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. NSSൻ്റെ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ സ്കൂളിൻ്റെ ജനറൽ സെക്രട്ടറി സജി ആൻ്റണി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ദീപക്, രാജേഷ്, പിന്നെ എൻ്റെ സുഹൃത്തായ ഡോക്ടർ KS മേനോൻ, അതേപോലെ തന്നെ രമേശൻ സാറിൻ്റെ മകനായ സംഗീത സംവിധായകനായ മനു അവിടെ വേദിയിലുണ്ട്. മനു, അങ്ങനെ ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ അജയകൃഷ്ണൻ, എൻ്റെ സുഹൃത്തായ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും നൽകിയ ഫ്രാൻസ്ലി വർക്കി, താങ്കളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഈ വർഷം BFCയുടെ കൺട്രി മാനേജറാണ് അദ്ദേഹം. അതുപോലെ തന്നെ എൻ്റെ സഹോദരനായ അമ്പിളിയേട്ടൻ, അങ്ങനെ ഇവിടെ എൻ്റെ ജനാർദ്ദനേട്ടൻ, അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിപ്പിച്ചുകൊണ്ട് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല, ദീർഘമായ സംഭാഷണങ്ങളിൽ അത് സംഭവിക്കുന്നതാണ്. അത് പ്രസംഗിച്ച് പരിചയമുള്ള ആളുകൾക്കറിയാം. അതിനാൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.